അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1273, സൂറത്തുൽ അംഫാൽ 70-71 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها النبي قل لمن في أيديكم من الأسرى إن يعلم الله في قلوبكم خيرا يؤتكم خيرا مما أخذ منكم ويغفر لكم والله غفور رحيم. وإن يريدوا خيانتك فقد خانوا الله من قبل فأمكن منهم والله عليم حكيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يا أيها النبي ونبيه قل أنغ പറയൂ لمن في أيديكم من الأسرى, തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ആ തടവുപുള്ളികളോട്, ഈ അലമില്ലാഹു ഫീ ഖുലൂബിക്കും ഖൈറ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തആല വല്ല നന്മയും അറിയുന്നുണ്ടെങ്കിൽ യുഅ്തിക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് ഖൈറം മിമ്മാ ഉഖിദ മിൻകും, നിങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ടതിനേക്കാളും മെച്ചപ്പെട്ടതിനെ. വയഗ്ഫിർ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു അല്ലാതെ പൊറുക്കുന്നവനും വലിയ കാരുണ്യവാനുമാണ്. വയ്യുരീദു ഖിയാനതക, അവർ തങ്ങളെ വഞ്ചിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഖദ് ഖാനുല്ലാഹ മിൻ ഖബൽ, അവര് മുമ്പേ അല്ലാഹുവിനെ വഞ്ചിച്ചവരാണ്. ഫഅംകന മിൻഹും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിങ്ങൾക്ക് പിടികൂടാൻ സൗകര്യപ്പെടുത്തി തന്നു. അതേപോലെ അല്ലാഹു ഇനിയും അവരെ പിടികൂടി നിങ്ങൾക്ക് ഏൽപ്പിക്കും. വല്ലാഹു അലീമുൻ ഹക്കീം, അല്ലാഹു അടിമകളുടെ മനസ്സറിയുന്നവനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാകുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. കഴിഞ്ഞ 3 സൂക്തങ്ങളിൽ ബദറിൽ പിടിക്കപ്പെട്ട തടവുപുള്ളികൾ, ആ തടവുപുള്ളികളോട് മുസ്ലിമീങ്ങൾ എന്തു നിലപാട് സ്വീകരിക്കണം എന്ന് സംബന്ധമായി സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടിയാലോചന നടത്തിയതും, ആ കൂടിയാലോചനയിൽ ഉമർ റളിയല്ലാഹു അൻഹു കൊന്നുകളയണമെന്നും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുന്നതായിരിക്കും സുഖകരമെന്നും പറയുകയും നബിതങ്ങൾ ആ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്തു എന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവുപുള്ളികളെ സംബന്ധിച്ച് വിളംബരം ചെയ്തു. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തരും മോചനദ്രവ്യം നൽകിയാൽ നിങ്ങളെ വിട്ടയക്കാമെന്ന്. അങ്ങനെ ഓരോ കുടുംബക്കാരും അവരുടെ വേണ്ടപ്പെട്ടവരെ മോചനദ്രവ്യം നൽകി മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനം നടക്കുകയാണ്. സ്വാഭാവികമായും അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവും ഈ തടവുപുള്ളികളായി പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മഹാനവറുകൾക്ക് വലിയൊരു സംഖ്യ തന്നെ മോചനദ്രവ്യമായി നൽകേണ്ടി വന്നു. അപ്പൊ സ്വാഭാവികമായും എന്റെ കയ്യിലുള്ള സമ്പത്തൊക്കെ വല്ലാതെ തീർന്നുപോയല്ലോ എന്ന ബേജാറ് അവരുടെ മനസ്സിൽ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടക്ക ഭോജനദ്രവ്യം കൊടുത്ത് പിന്നീട് വിശ്വാസം പ്രഖ്യാപിച്ച വേറെ ചിലരും, അപ്പൊ അവരോട് അല്ലാഹു തആല പറയാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്, ഇപ്പൊ നിങ്ങളിൽ നിന്ന് കുറച്ച് പൈസ മോചനദ്രവ്യമായി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായി പറയുന്നതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ചതിനേക്കാളും മെച്ചപ്പെട്ടത് പകരം നിങ്ങൾക്ക് തരും, നിങ്ങളുടെ ദോഷം പുറത്തു തരികയും ചെയ്യും. അപ്പൊ 2 സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന്. അതേസമയം നിങ്ങൾ തങ്ങളെ വഞ്ചിക്കാനാണ് അവരുടെ പരിപാടിയെങ്കിൽ, അതായത് തൽക്കാലം നബിതങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുകയും നാട്ടിൽ തിരിച്ചുപോയതിനു ശേഷം വീണ്ടും പഴയ ദുസ്വഭാവങ്ങൾ തുടരാനുമാണ് പരിപാടിയെങ്കിൽ, ഇവര് മുമ്പും അള്ളാഹുവിനെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഭൂമി ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല ആത്മീയ ലോകത്ത് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ ഇലാഹല്ലയോ എന്ന് ചോദിക്കുകയും നീ ഞങ്ങളുടെ റബ്ബും ഇലാഹുമാണെന്ന് നമ്മളൊക്കെ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭൂമിയിലെത്തിയപ്പോഴേക്ക് അള്ളാഹുവിന്റെ ആ കൽപ്പനയെ നൈസായി ലംഘിക്കാനുള്ള പദ്ധതിയാണ് ഇവരൊക്കെ തയ്യാറാക്കിയത്.
അങ്ങനെ തയ്യാറാക്കിയ ഈ ആളുകളെ ബദറിൽ പിടികൂടാൻ അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നല്ലോ. അതേപോലെ ഈ കരാറിൽ അവർ ലംഘനം നടത്തുകയാണെങ്കിൽ വീണ്ടും നിങ്ങളെ പിടികൂടാൻ, അവരെ പിടികൂടാൻ അള്ളാഹു തആല തങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും. അതുകൊണ്ട് അവരിപ്പോൾ നിങ്ങളോട് വിശ്വാസികളായി എന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം സത്യമാണെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് 2 സമ്മാനങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ അവർക്ക് ചെലവഴിക്കേണ്ടി വന്ന, മോചനദ്രവ്യമായി കൊടുക്കേണ്ടി വന്ന പണത്തേക്കാൾ കൂടുതൽ ഇസ്ലാമിൽ നിന്നുകൊണ്ട് അല്ലാഹു തആല അവർക്ക് നൽകും ഭൗതികമായി. രണ്ടാമത്തത്, അല്ലാഹു തആല അവർക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കും, ആത്മീയമായി വലിയ നേട്ടമുണ്ടാക്കും. അതേസമയത്ത് ഇത് തൽക്കാലത്തേക്കുള്ള ഒരു പുകമറ സൃഷ്ടിക്കലും നബിതങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കുതന്ത്രപ്രയോഗവുമാണെങ്കിൽ വീണ്ടും തങ്ങളുടെ കൈകളിൽ അവർ വന്നുപെടാൻ ആവശ്യമായ സംവിധാനം അള്ളാഹു ഉണ്ടാക്കും എന്നാണ് ഇവിടെ ഈ 2 സൂക്തങ്ങളിൽ അള്ളാഹു തആല പറഞ്ഞത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിന്റെ അന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്നി ഖദ് അറഫ്തു, എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്, അന്ന ഉനാസം മിൻ ബനീ ഹാഷിം വഗൈരിഹിം, ബനൂ ഹാഷിമും അല്ലാത്തവരിലും പെട്ട കുറെ ആളുകൾ ഖദ് ഉഖ്രിജു കുർഹ, അവർ നിർബന്ധിതരായി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട്. ലാ ഹാജത ലഹും ബിഖിതാലിന, നമ്മളോട് യുദ്ധം ചെയ്യേണ്ട ഒരു ആവശ്യവും അവർക്കില്ല, അവർക്കതിൽ താൽപര്യവുമില്ല. പിന്നെ അബൂജഹലിന്റെ നിർബന്ധത്തിന് വഴങ്ങി യുദ്ധത്തിന് വന്നില്ലെങ്കിൽ അവരുടെ പൗരുഷം പോലും ചോദ്യം ചെയ്യപ്പെടും വിധത്തിൽ കണ്ണുപൊട്ടുന്ന തെറി പറഞ്ഞുകൊണ്ടാണ് പലരെയും അബൂജഹൽ യുദ്ധക്കളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ മക്കയിൽ ആത്മാഭിമാനം സംരക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ നിവൃത്തികെട്ട് വന്നതാണ് പലരും. ആ വന്ന കൂട്ടത്തിൽപ്പെട്ടവരെ നിങ്ങൾ യുദ്ധക്കളത്തിൽ വെച്ച് കണ്ടാൽ അവരെ നിങ്ങൾ കൊന്നുകളയരുത്. അപ്പൊ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പെസിഫിക്കായി വിശദീകരിക്കുകയാണ്. ഫമൻ ലഖിയ മിൻകും അഹദൻ മിൻഹും, അവരിൽപ്പെട്ട അഥവാ ബനൂ ഹാഷിം ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ ഫലാ യഖ്തുൽഹു, അവരെ കൊല്ലരുത്. അതേപോലെ വമൻ ലഖിയ അബുൽ ബഖ്തരി ഇബ്നു ഹിശാം, അബുൽ ബഖ്തരി ഇബ്നു ഹിശാം എന്ന ആളെ കണ്ടാൽ ഫലാ യഖ്തുൽഹു, അദ്ദേഹത്തെയും കൊല്ലരുത്. വമൻ ലഖിയ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന എന്റെ എളാപ്പാനെ കണ്ടാൽ ഫലാ യഖ്തുൽഹു, അബ്ബാസ് എന്നവരെയും നിങ്ങൾ കൊല്ലരുത്. കാരണം ഫഇന്നഹു ഇന്നമാ ഉഖ്രിജ മുസ്തഖറഹ, നിർബന്ധിതനായി പുറപ്പെടുവിക്കപ്പെട്ടതാണ്. അബ്ബാസ് എന്നവർ ഒരിക്കലും തന്നെ യുദ്ധക്കളത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് താൽപര്യമില്ല. പിന്നെയോ മക്കയിൽ നിന്നാൽ അബൂജഹൽ ഞങ്ങളെ വല്ലാതെ കളിയാക്കി കൊല്ലുമെന്നതുകൊണ്ട് മാത്രം പോന്നതാണ്. അത് കേട്ടപ്പോൾ അബൂ ഹുദൈഫത്ത് ബിൻ ഉത്ബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനഖ്തുലു ആബാഅനാ വ അബ്നാഅനാ വ ഇഖ്വാനനാ വ അശായിറനാ വ നത്റുകുൽ അബ്ബാസ്. എന്താ നബിയെ ഈ പറയുന്നത്? ഞങ്ങളുടെ പിതാക്കളെ, മക്കളെ, സഹോദരങ്ങളെ, കുടുംബക്കാരെ ഒക്കെ ഞങ്ങൾ കൊന്നുകളയുന്നു, അതേസമയത്ത് അബ്ബാസിനെ ഞങ്ങൾ വെറുതെ വിടണമെന്നോ? ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തുള്ള ഒരാളെ ഞങ്ങൾ വെറുതെ വിടില്ലെന്ന് മാത്രമല്ല, ബദറിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ എന്റെ വാളിന്റെ മൂർച്ച ഞാൻ അദ്ദേഹത്തിൽ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അബൂ ഹുദൈഫത്ത് ബിൻ ഉത്ബ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോൾ ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എത്തി. ആ വിവരം കിട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബാ ഹഫ്സ്, ഓ അബൂ ഹഫ്സ് എന്നവരെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര് വിളിച്ചുകൊണ്ട് പറയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആദ്യമായിട്ടാണ് നബി എന്നെ അങ്ങനെ കുഞ്ഞത്തലമ വിളിക്കുന്നത്. നേരെ ഉമറെ എന്ന നേരെ ഇസ്മായിലമാണ്, നേരിട്ടുള്ള പേരാണ് വിളിക്കാറ്. എന്നാൽ അബിലേക്ക് ചേർത്തുകൊണ്ടുള്ള പേരെന്നെ ആദ്യമായിട്ട് റസൂലുള്ള വിളിച്ചതാണെന്ന്. എന്നിട്ട് എന്നോട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യുളറബു വജ്ഹു അബ്ദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസൈഫ്, മുത്തുനബിന്റെ എളാപ്പാന്റെ മുഖം വാളുകൊണ്ട് വെട്ടപ്പെടുമോ, അദ്ദേഹത്തിന്റെ തല കൊയ്തെടുക്കപ്പെടുമോ എന്ന് നബി തങ്ങൾ വല്ലാതെ അസ്വസ്ഥനായി ചോദിച്ചു. ഫഖാല ഉമർ, ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതനെ, ഇദല്ലി ഫഅദ്രിബു ഉനുഖ, നബിയെ അങ്ങനെക്ക് സമ്മതം തരണം, അങ്ങനെ പറഞ്ഞാളെ തല ഞാൻ എടുത്തു വരാം. ഫവല്ലാഹി ലഖദ് നാഫഖ, അങ്ങനെ പറഞ്ഞാൾ കപടനായിട്ടുണ്ടാകും, അല്ലാതെ തങ്ങളുടെ എളാപ്പാനെ കൊല്ലുന്നൊന്നും പറയാൻ അവർക്ക് ധൈര്യം വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു മുനാഫിഖായതുകൊണ്ടല്ല, അല്ലെങ്കിൽ വിശ്വാസത്തിൽ എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടുമല്ല, പൊതുവേ ഒരു പൊതുവായൊരു നിലപാട് പറഞ്ഞതാണ്.
എന്നാൽ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, വല്ലാഹി മാ ആമനു മിൻ തിൽക്കൽ കലിമത്തില്ലത്തി ഖുൽതു വലാ അസാലു മിൻഹാ ഖായിഫൻ ഇല്ലാ യുകഫിറഹ അല്ലാഹു അന്നി ബിശഹാദാ. മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു അന്നെന്തോ ഒരു ആവേശത്തിന് അങ്ങനെ പറഞ്ഞു പോയതിൽ പിന്നീട് വല്ലാതെ ഖേദിച്ചു. അത്തരമൊരു വാക്കെന്റെ നാവിൽ നിന്ന് വന്നുപോയതിന്റെ പേരിൽ വലാ അസാലു മിൻഹാ ഖായിഫാ, എനിക്ക് വല്ലാതെ ഭയം നിലനിന്നു എന്റെ മനസ്സിൽ. അതായത് അല്ലാഹു തആല മുത്തുനബിന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്നൊരു വാക്ക് എന്നിൽ നിന്ന് അത് സതുദ്ദേശത്തോടെയാണെങ്കിലും വന്നുപോയ കാരണത്താൽ ഞാൻ കുടുങ്ങിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എനിക്ക് രക്തസാക്ഷിത്വം നൽകിയാലേ അള്ളാഹു എന്നെ സ്വീകരിച്ചു എന്ന് വിലയിരുത്താൻ പറ്റൂ എന്ന് മഹാനവറുകൾ പറഞ്ഞു. അങ്ങനെ ഫഖുതില യൗമൽ യമാമത്തി ഷഹീദാ റളിയല്ലാഹു അൻഹു അബൂ ഹുദൈഫത്ത് ബിൻ ഉത്ബ റളിയല്ലാഹു അൻഹു യമാമ യുദ്ധത്തിൽ കള്ളപ്രവാചകനായ മുസൈലിമയുമായുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷിയായി കൊല്ലപ്പെടുകയുണ്ടായി. അപ്പൊ നോക്കൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബ്ബാസ് എന്നവരടക്കമുള്ളവര് അവര് വാസ്തവത്തിൽ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളോട് എതിർക്കാൻ വേണ്ടി കുഫറിനെ സ്നേഹിച്ചു വന്നവരല്ല, മറിച്ച് നിർബന്ധിതമായി വന്നവരാണ്. അങ്ങനെ വന്ന കൂട്ടത്തിലുള്ള പലരുമുണ്ട്. ആ കൂട്ടത്തിൽ നബി തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് എന്നവരെ സംബന്ധിച്ച് റസൂലുള്ളാഹിക്ക് ഒരു പ്രത്യേകമായ താൽപര്യമുണ്ട്. കാരണം മക്കയിൽ ജീവിക്കുന്ന കാലത്ത് പരസ്യമായി വിശ്വാസം പ്രഖ്യാപിക്കാതിരുന്നിട്ടും അബ്ബാസ് എന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ശത്രുക്കൾ ഒരുക്കുന്ന എല്ലാ കെണികളിലും അതേപോലെ തന്നെ പ്രയാസങ്ങളിലും ആ പ്രയാസം സഹിച്ചുകൊണ്ട് തന്നെ ഒപ്പം നിന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അതാ നിങ്ങൾ നോക്കൂ, ബദർ യുദ്ധം കഴിഞ്ഞു, തടവുപുള്ളികളുമായി മുസ്ലിമീങ്ങൾ മദീനയിലെത്തി. ആ മദീനയിലെത്തിയ അന്ന് രാത്രി എല്ലാവരും ഓരോ പ്രത്യേകമായിട്ടുള്ള തടങ്കലിൽ നിൽക്കുകയാണ്. തടവുപുള്ളികളൊക്കെ പ്രത്യേകം കയറുകൊണ്ട് കെട്ടപ്പെട്ട അവസ്ഥയിൽ ഹബ്സ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. റസൂലുള്ളാഹി ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, മാലക്കലാ തനാം, മുത്തുനബിയെ എന്തേ അവിടുന്ന് ഉറങ്ങാത്തത്? മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ബാസ് എന്ന എന്റെ എളാപ്പാന അൻസാരികളിൽപ്പെട്ട മദീനയിൽപ്പെട്ട ഒരാളാണല്ലോ തടവ് പുള്ളിയാക്കി പിടിച്ചിട്ടുള്ളത്. അതേസമയത്ത് എന്റെ എളാപ്പ അബ്ബാസ് എന്നവർ ഈ ബന്ധനസ്ഥനാക്കിയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കരയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ എളാപ്പാന് നിങ്ങൾ ആ കെട്ടൊന്നഴിച്ചു വിടുമോ എന്ന് ചോദിച്ചു. മഹാന്മാരായ സഹാബത്ത് കെട്ടഴിച്ചുവിട്ടു. അങ്ങനെ അബ്ബാസ് എന്നവരുടെ കരച്ചിൽ നിന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി ഉറങ്ങിയത്. അപ്പൊ അബ്ബാസ് എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പ്രത്യേക താൽപര്യം മനസ്സിലായില്ലേ? എന്നാൽ ആ താൽപര്യമുണ്ടെന്ന് വെച്ച് ബഹുമാനപ്പെട്ട അബ്ബാസ് എന്നവർക്ക് ഒരു ആനുകൂല്യവും റസൂലുള്ള വേറെ കൊടുത്തിട്ടില്ല. കാരണം തടവ് പുള്ളികളാക്കി പിടിച്ച എല്ലാവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചനദ്രവ്യം വേണമെന്ന് പറഞ്ഞു. അബ്ബാസ് എന്നവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചുകൂടി കർക്കശമായി പറഞ്ഞു. അതെന്താണ്? നിങ്ങൾ മോചനദ്രവ്യം തരുന്നത് എല്ലാവരും തരുന്നത് പോലെ തന്നാ പോരാ. അതായത് അബ്ബാസ് എന്നവരുടെ കയ്യിൽ ഒരു 20 ഊക്കിയ സ്വർണമുണ്ടായിരുന്നു. 20 ഊക്കിയ. അതെന്തിനുള്ളതാ? ബദറിലേക്ക് വരുമ്പോൾ ഓരോ ദിവസത്തെ ഭക്ഷണം ഓരോരുത്തർ കൊടുക്കണമെന്ന് അബൂജഹൽ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കേണ്ടത് അബ്ബാസ് എന്നവരാണെന്ന് നറുക്കെടുപ്പിൽ വന്നു. ആ അബ്ബാസ് എന്നവരുടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, മുശ്രിക്കീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കരുതിയ കാശാണ്. ആ ക്യാഷ് തന്റെ കയ്യിലുണ്ട്, ഇതുങ്ങൾ എടുത്തോ എന്നിട്ട് മോചിപ്പിക്കുന്ന റസൂലുള്ളാഹിനോട് പറഞ്ഞു. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഇല്ലല്ല, ഇത് അല്ലാഹു നേരത്തെ ഞങ്ങൾക്ക് തന്നതാണ്. അതായത് ശത്രുവിനെ നമ്മൾ തടവുള്ളികളാക്കി പിടിക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള സമ്പത്തും ഗനീമത്തായിട്ട് മുസ്ലിമുകൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതല്ലാത്ത ക്യാഷ് നിങ്ങൾ തരണം. ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ വിശദമായി ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ബാസ് എന്നവരോട് പറഞ്ഞു, നിങ്ങൾ എന്തു വേണം? തടവ് പുള്ളികളായിട്ട് പിടിക്കപ്പെട്ട നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം, മോചനദ്രവ്യം നൽകണം. ആ സമയത്ത് അബ്ബാസ് എന്നവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് കുന്തു മുസ്ലിമാ, ഞാൻ നേരത്തെ തന്നെ മുസ്ലിമായിരുന്നു നബിയെ, അതുകൊണ്ട് എന്നെ തങ്ങളെ ഈ മോചനദ്രവ്യത്തിൽ നിന്ന് ഒഴിവാക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അഅലമു ബി ഇസ്ലാമിക്, നിങ്ങൾ മുസ്ലിമായിരുന്നു നേരത്തെ എന്നത് അല്ലാഹുവിനറിയാം. ഫയ്യകുൻ കമാ തഖൂലു ഫഇന്നല്ലാഹ യജ്സീക്, നിങ്ങൾ ആ പറയുന്ന പോലെ നേരത്തെ തന്നെ മുസ്ലിം ആണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ഒരു പ്രതിഫലം തരും.
അതേസമയത്ത് അമ്മ ലാഹിറുക്ക ഫഖദ് കാന അലൈന, ബാഹ്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് എതിർക്കാമെന്നല്ല, ഞങ്ങളോട് യുദ്ധം ചെയ്യാമെന്ന ആളല്ലേ, അതുകൊണ്ട് ഞങ്ങളെ ശത്രുപക്ഷത്തെ ഇപ്പൊ നിങ്ങളെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം, നിങ്ങൾക്ക് വേണ്ടി മോചനദ്രവ്യം തരണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ 2 സഹോദരപുത്രന്മാരുണ്ട്, നൗഫൽ ബിനുൽ ഹാരിസ്, അതേപോലെ അഖീൽ ബിൻ അബി താലിബ്. ഈ 2 ആളുകൾക്കും, അതേപോലെ നിങ്ങളുടെ സഖ്യകക്ഷിയിൽപ്പെട്ട ഉത്ബത്ത് ബിൻ അംർ എന്ന് പറയുന്ന ആള്, ഈ 3 ആളുകളുടെ മോചനദ്രവ്യം നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. അല്ലേ? നിങ്ങൾ തരണം എന്ന് അബ്ബാസ് എന്നവരോട് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ അബ്ബാസ് എന്നവർ പറഞ്ഞു, മാതാക്ക ഇന്ത്യ റസൂലുള്ളാഹി, നബിയെ അതിനൊന്നും എന്റെ കയ്യിൽ കാശില്ലല്ലോ, എന്റെ അടുത്ത് ആകെ ഈ 20 ഊക്കിയ മാത്രമേ ഉള്ളൂ, സ്വർണ്ണ നാണയം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഫൈനൽ മാലുല്ലദീ ദഫൻതഹു അൻത വ ഉമ്മുൽ ഫളലി, എളാപ്പാ നിങ്ങളും എളേമ ഉമ്മുൽ ഫളലും കൂടെ കുഴിച്ചു മൂടിയിട്ടുള്ള ധനം എവിടെ പോയി? ഫഖുൽതു ലഹാ, എന്നിട്ട് അബ്ബാസ് എന്നവരോട് റസൂലുള്ളാഹി പറയാണ്, കുഴിച്ചു മൂടുമ്പോ നിങ്ങൾ ഉമ്മുൽ ഫളൽ എളേമാനോട് പറഞ്ഞതെന്താ? ഇൻ അസബതു ഫീ സഫരി ഹാദാ, എനിക്ക് ഈ യാത്രയിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ ഫഹാദൽ മാലുല്ലദീ ദഫൻതുഹു, ഞാൻ ഈ കുഴിച്ചിടുന്ന ധനം അത് എന്റെ മക്കൾ ഫളൽ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഖുസൂം ഇബ്നു അബ്ബാസ് എന്നെന്റെ മക്കൾക്കുള്ളതാണ്, അവർക്ക് നീ എത്തിച്ചു കൊടുക്കണമെന്ന് ഉമ്മുൽ ഫളലിനോട് നിങ്ങൾ പറഞ്ഞില്ലേ, എളേമാനോട് നിങ്ങൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് വല്ലാഹി യാ റസൂലല്ലാഹ്, അപ്പൊ അബ്ബാസ് എന്നവർ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഇന്നീല അയലമു അന്നക റസൂലുള്ളാഹ്, തങ്ങൾ അള്ളാന്റെ റസൂൽ എന്നെന്ന് എനിക്ക് ഉറപ്പായി. കാരണം എന്താ? ഇന്നഹാദാല ശൈഉൻ മാ അലിമുഹു അഹദുൻ ഗൈരി വഗൈറു ഉമ്മുൽ ഫളൽ, ഞാനും ഭാര്യ ഉമ്മുൽ ഫളലും അല്ലാത്ത 3ാമതൊരാള് ഈ സംഗതി അറിയില്ല. അതുകൊണ്ട് ആ വിവരം നിങ്ങൾ അറിഞ്ഞുവെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് സന്ദേശം കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ട് നബിയെ, തങ്ങൾക്ക് എത്രയാണോ മോചനദ്രവ്യം തരേണ്ടതെങ്കിൽ അതൊന്ന് കണക്കാക്കിക്കോളൂ. അപ്പൊ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് എന്നവർ പറഞ്ഞു, ഇത് കണക്കാക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞ് കയ്യിലുള്ള 20 ഊക്കിയ കൊടുത്തു. അപ്പോഴാണ് നബി തങ്ങൾ പറയേണ്ടത്, അല്ലല്ല അത് കണക്കൂട്ടില്ല, നാക്ക ചെയ്യുന്നതാൻ അള്ളാഹു നിങ്ങൾക്ക്, അത് അള്ളാഹു തആല നേരത്തെ ഞങ്ങൾക്ക് തന്നതാണ്, അതായത് ഗനീമത്തുപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കും അതേപോലെ 2 സഹോദരപുത്രന്മാർക്കും സഖ്യകക്ഷിയിൽപ്പെട്ട ആൾക്കും വേണ്ടിയുള്ള മോചനദ്രവ്യങ്ങൾ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് എന്നവര് ഒരുപാട് പൈസ മോചനദ്രവ്യമായി നൽകേണ്ടി വന്നു. ഇവർക്കെല്ലാവർക്കുമുള്ള മോചനദ്രവ്യം കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കൊടുക്കേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായും അബ്ബാസ് എന്നവരുടെ കയ്യിലുള്ള ക്യാഷ് അത് കുറെ തീർന്നു പോവുമല്ലേ, അവരുടെ അധികാരത്തിലുള്ള പൈസ കുറയല്ലേ. അപ്പൊ അബ്ബാസ് എന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ ആയത്താണെന്ത്, നബി തങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്, യാ അയ്യുഹൻ നബിയോ, നബിയായവരെ, കുൽ തങ്ങൾ പറയൂ, ലിമൻ ഫി ഐദീകും മിനൽ അസ്റാ, തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ആ തടവ് പുള്ളികളോട് പറയൂ, ഈ അയലമില്ലാഹു ഫി ഖുലൂബിക്കും ഖൈറാ, നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു തആല വല്ല നന്മയും അറിയുന്നുണ്ടെങ്കിൽ യൂതിക്കും ഖൈറം മിമ്മാ ഉഖിദ മിൻകും, നിങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ടതിനേക്കാളും മെച്ചപ്പെട്ടത് അല്ലാഹു നിങ്ങൾക്ക് തരും. അതായത് ഇപ്പൊ നിങ്ങളെ കുറച്ച് ക്യാഷ് പോയെങ്കിൽ അതിനേക്കാളും മെച്ചപ്പെട്ടത് ഇസ്ലാമിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരൂല. അതിന്റെ പുറമെ യഗ്ഫിറുലക്കും, അല്ലാഹു പുറത്തും തരും. അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല വല്ലാതെ പൊറുക്കുന്നവനും അടിമകളോട് കാരുണ്യമുള്ളവനുമാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു. എന്നിട്ട് അബ്ബാസ് എന്നവർ പറയാണ്, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അതിനു പകരം ഞാൻ ചെലവാക്കേണ്ടി വന്ന ക്യാഷിനു പകരം അതിന്റെ എത്രയോ ഇരട്ടി പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നു. അതായത് വിവിധ സമ്പത്തുകൾ ഇസ്ലാമിന്റെ ഫണ്ടിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും ഓഹരി ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ അബ്ബാസ് എന്നവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. അങ്ങനെ ഇഷ്ടമുള്ളതെടുക്കാൻ ബഹ്റൈനിൽ നിന്ന് വന്ന ഒരു സമ്പത്തിന്റെ വിഷയത്തിൽ നബി തങ്ങള് സഹാബത്തിന് നിർദ്ദേശം കൊടുത്തപ്പോ അബ്ബാസ് എന്നവർ തന്റെ കയ്യിലുള്ള ഒരു സഞ്ചി നിറയെ ധനമെടുത്തു. ധനമെടുത്തിട്ട് പക്ഷെ അതുമായിട്ട് ബഹുമാനപ്പെട്ടവർക്ക് ഉയരാൻ സാധിക്കുന്നില്ല. അപ്പൊ നബി തങ്ങൾ ഇങ്ങനെ വന്ന് നോക്കുകയാണ് അബ്ബാസ് എന്നവരുടെ ആ അത്യാഗ്രഹം. അങ്ങനെ തങ്ങൾ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുമ്പോ അബ്ബാസ് എന്നവർ പറഞ്ഞു, മോനെ ഒന്ന് പിടിച്ച് എണീപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അബ്ബാസ് എന്നവരോട് റസൂലുള്ളാഹി പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്ന അത്ര മാത്രം എടുത്ത് ബാക്കിയുള്ളത് അയൽക്കന്നിട്ട് ഇട്ടിട്ട് എടുക്കാൻ പറ്റുന്നത് എടുത്തിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ബാസ് എന്നവര് താൻ എടുത്തു വെച്ചതിൽ നിന്ന് കുറെ അതിലേക്ക് തന്നെ ധനത്തിലേക്ക് തന്നെ ഇട്ട് ബാക്കിയുള്ളത് ഒരു ചുമക്കാവുന്ന അത്രയും കൊണ്ടുപോയി. അപ്പൊ അബ്ബാസ് എന്നവർ പറയാണ്,
ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും മെച്ചപ്പെട്ടത് അല്ലാഹു എനിക്ക് തന്നു. അതേസമയത്ത് ഇനി രണ്ടാമത്തെ ഒരു സമ്മാനം കാത്തിരിക്കുന്നത് അല്ലാഹു പുറത്തു തരിക എന്നുള്ളതാണ്. അത് ആഖിറത്തിൽ നടക്കേണ്ട സംഗതിയാണ്. അത് നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്ന്. അപ്പൊ ഇതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ അവർ വിശദീകരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ് വൈ യുരീദു ഖിയാനതക, തങ്ങളെ ചതിക്കാൻ അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഖദ് ഖാനുല്ലാഹ മിൻ ഖബൽ, നേരത്തെ അവർ അള്ളാഹുവിനെ ചതിച്ചിട്ടുണ്ട്. ഫാംകന മിൻഹും, അവരെ അല്ലാഹു തആല നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനിയും സൗകര്യപ്പെടുത്തി തരും. അവർ രക്ഷപ്പെടില്ല എന്നർത്ഥം. വല്ലാഹു അലീമുൻ, അല്ലാഹു തആല അടിമകളുടെ മനസ്സറിയുന്നവനും ഹക്കീമുൻ, യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. അതായത് തൽക്കാലം തങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പകിടകളിയായി ഈ വിശ്വസിച്ചു എന്ന് പറയുന്നത് മാറാതെ ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ല ചീറ്റിംഗ് ആണ് ഉദ്ദേശമെങ്കിലോ നിങ്ങൾ ഇതിന്റെ ദുരന്തം വീണ്ടും അനുഭവിക്കേണ്ടി വരുമെന്ന് ഉണർത്തിയതാണ്. അള്ളാഹു നമ്മളെല്ലാം സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.